ഇന്നത്തെ എൻ്റെ ചിക്കൻ കറി സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ എളുപ്പം ഉണ്ടാക്കാവുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോയ്ക്ക് 5 സവാള, വലുതാണെങ്കിൽ 5ഉം ചെറുതാണെങ്കിൽ 8 എണ്ണവും. ഇവിടെ 3 കിലോ ഇറച്ചിയാണ്. ഇതിനകത്ത് നാരങ്ങ നീര്, കുരുമുളക്, മല്ലിപ്പൊടി എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 1 കിലോയ്ക്ക് 3 തക്കാളി, അപ്പം 9 തക്കാളി 3 കിലോയ്ക്ക്. ഉരുളക്കിഴങ്ങ് 1 കിലോയ്ക്ക് 2, അപ്പോൾ 6 ഉരുളക്കിഴങ്ങ് ഒക്കെ. പിന്നെ ഈ വെളുത്തുള്ളി വന്നിട്ട് വലിയ ഒരു കഷ്ണം, അപ്പം 3 കിലോയ്ക്ക് 3 എണ്ണം. ഇഞ്ചി 1 കൈയുടെ വിരൽക്കട, എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക് 5 എണ്ണം. സവാള കുക്കറിനകത്ത് നമ്മൾ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലാം നമുക്ക് ചേർക്കാം. കാര്യം പച്ചക്കറികളെല്ലാം ഒരുമിച്ച് ഇട്ട് വേവിക്കുന്നതാണ്. തക്കാളി ഇട്ടു, പിന്നെ ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുകയാണ്. എല്ലാം ചേർത്ത് ഇളക്കി എടുക്കുന്നതാണ്. പിന്നെ വെളുത്തുള്ളി ഓരോ ഉരുളകളായിട്ട് ഇത് ഉരുട്ടി വെച്ചതാണ്. വെളുത്തുള്ളി അരയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്താൽ മതിയാവും. പിന്നെ പച്ചമുളകും അതേപോലെ കല്ലിൽ ഇടിച്ച് വെച്ചതാണ്. 5 എണ്ണം 1 കിലോയ്ക്ക്. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഇത് കണക്കനുസരിച്ച് എത്ര കിലോ ഇറച്ചി വേണമെങ്കിലും വയ്ക്കാം. ഞാൻ ഇറച്ചി ഒന്നും തൊടലില്ല, പക്ഷേ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്ര കിലോ ഇറച്ചി വേണമെങ്കിലും വയ്ക്കും. കാര്യം എൻ്റെ ഉമ്മ ഓരോ കിലോയ്ക്ക് കണക്കാക്കി വെച്ച് പഠിച്ചതാണ് ഇതെല്ലാം. അങ്ങനെ 1 കിലോയ്ക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 5 വേണമെങ്കിലും ചേർക്കാം, 6 വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം എരി എത്ര വേണമോ അതനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. കുറയ്ക്കണമെങ്കിൽ 3, എരി കുറവാണെങ്കിൽ 3 സ്പൂണ് ചേർത്താൽ മതി മുളക് പൊടി. പിന്നെ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ടേബിൾ സ്പൂൺ 2 സ്പൂണ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. കൂടുതലായാൽ അത് ചിലപ്പം കഴിക്കും, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ വേണ്ട, അത് വലിയ സ്പൂണിന് നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടി ഉള്ളത് ഒരു മണമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. പിന്നെ നമ്മളിത് ഇളക്കി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാര്യം കൈ കൊണ്ട് ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ 3 വലിയ സ്പൂണിൽ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ല രുചി കൊടുക്കുന്നത്. മുളകും മല്ലിയും പിന്നെ നാരങ്ങയും എല്ലാം ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ അത്ര നല്ല ടേസ്റ്റാണ്. ഇത് 1 മണിക്കൂർ നേരം നമ്മൾ സെറ്റാക്കി വെക്കുക. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അപ്പം നേരത്തെ തന്നെ നമ്മളിതെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് പാകത്തിന് ഇതാക്കി ഇതെല്ലാം ഒരുമിച്ചിട്ടങ്ങ് വെച്ചാൽ മതി. എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് ഒറ്റ വിസിൽ ഇട്ട് 2 വിസിലിൽ വെന്ത് വരും. അപ്പം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുപ്പിൽ വെച്ച് ഇതിങ്ങനെ കുറച്ച് നേരം വേവട്ടെ. അപ്പോഴും ഞാനിത് തുറന്ന് കാണിക്കുകയാണ്. അപ്പം തന്നെ നമുക്ക് വെയിറ്റ് ഇടാം, അടയ്ക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങളെ ഇത് തുറന്ന് കാണിച്ച് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാം പാകത്തിന് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുക്കർ അടയ്ക്കുക. അടച്ച് ഒരു 2 വെയിറ്റ് ഇടുക. 2 വിസിൽ വരുന്നത് വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് കുക്കറിൽ നിന്ന് നമ്മൾ മാറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് താണ്ടെ നല്ല ഒരു ചിക്കൻ കറിയാണ്. കറിയായിട്ടും എടുക്കാം, കുഴമ്പ് രൂപത്തിലും എടുക്കാം. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ബായ്.